ഹലോ ഗായ്സ്, അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് റൂം ടൂറാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കയറി ഇരുന്നിട്ട് ഞാൻ സ്റ്റിച്ചിങ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഒരു രസത്തിന് വെൽക്കം എന്ന് പറഞ്ഞത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചോട്ടി വെച്ചിട്ടുണ്ട് ഗൈസ്. റൂമിലേക്ക് കയറുന്നതിന് തന്നെ നമുക്ക് തുറന്ന് കയറാം. നമ്മുടെ ഇന്നലെ വാങ്ങിയ ലൈറ്റ് ഉണ്ട്, ഇവിടെ കിടന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ്. കയറി വരുമ്പം തന്നെ ഇതാണ് ഞാൻ എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ അടുത്ത് ചെയ്തതാണ്. ഇതാണ് ഗൈസ്. അപ്പോൾ എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ അടുത്ത് ഞാൻ ചെയ്ത ഒരു ഇതാണിത്. ഇവിടെ കുറേ സ്റ്റിക്കി നോട്ട് വെച്ച് ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് യൂട്യൂബിനെ കുറിച്ചും അങ്ങനെ ഓരോന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇവിടെ ഞങ്ങൾ ക്ലാസ് ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. എൻ്റെ ക്ലാസ് ഫോട്ടോ അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇതെൻ്റെ അനിയൻ്റെ ക്ലാസ് ഫോട്ടോ ആണ്. അനിയൻ എവിടെ അറ്റത്ത് എവിടെയുണ്ട് ഗൈസ്. ഇത് ഞാൻ ഇങ്ങനെ വരച്ച് ഇങ്ങനെ വരച്ചതാണ്. പിന്നെ ഇവിടെ ഗൈസ് ഞാൻ ഒരു ഫ്ലവർ പോട്ട്, ഇത് നിങ്ങൾ വിചാരിക്കും വേറെ എന്തെങ്കിലുമാണ്. ഇത് ബൾബാണ് ഗൈസ്. ഇവിടെ ബൾബാണ്. ഇതവിടെ കുറച്ച് റോസാപ്പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ കാർഡ്ബോർഡ് കൊണ്ട് ഉണ്ടാക്കിയ ഷെൽഫാണ്. എനിക്ക് പേനയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. പേന മാത്രമല്ല, എൻ്റെ മേശേൻ്റെ കീ കൂടിയുണ്ട്. അതുപോലെ ഇങ്ങനെ പേന ഇങ്ങനെ അത് വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ കലാലയത്തിലത്തെ ബോർഡാണ്. ഇതാണ് എൻ്റെ ഐ ഡി കാർഡ് ഗൈസ്. ഐ ഡി കാർഡ്. അപ്പോൾ ഇവിടെയൊക്കെ ഈ കാണുന്ന പൂവൊക്കെ വെച്ച ഇതൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. കാർഡ്ബോർഡ് കൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചതാണ് ഇതൊക്കെ. പിന്നെ നമുക്ക് ഹൈലൈറ്റ് ആയിട്ടുള്ള മോളിലേക്ക് കാണിച്ചു കൊടുക്കാം. ഇത് ഞാൻ കൃഷ്ണൻ ഓടക്കോയിലും വെച്ച് നിൽക്കുന്നൊരു പിക്ചർ ഞാൻ ലൈനിലൂടെ പിൻട്രസ്റ്റിലൊക്കെ സെർച്ച് ചെയ്ത് വരച്ചതാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ ഇവിടെയും കാണാം ഗൈസ് ഒരു കൃഷ്ണൻ്റെ പകുതി മുഖവും മൽപ്പീലി പിന്നെ ഓടക്കോയിലൊക്കെ ആയിട്ട് കാണാം. പിന്നെ മുകളിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ ലൈറ്റ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അടിപൊളി ലൈറ്റാണ്. ഇതിന് റിമോട്ടൊക്കെ ഉണ്ട് ഗൈസ്. നമ്മൾ മാറ്റി കാണിച്ചുതരാം. റെഡാക്കാം. ഇത്ര അടുത്ത് വരണം ഗൈസ്. നമ്മൾ ചിലതൊക്കെ ദൂരത്തു നിന്നാൽ കിട്ടും. ഇത് ഇത്ര അടുത്ത് വരണം. റെഡാക്കാം. റെഡ്, ഗ്രീന്, ബ്ലൂ, വൈറ്റ്. പിന്നെ ഗൈസ് നമുക്ക് ഇങ്ങനെ ഓരോന്നാക്കാം. ഓറഞ്ച്, പിന്നെ ബ്ലൂ, ലൈറ്റ് ബ്ലൂ, പിങ്ക്, എന്തൊക്കെ കളറിന് മഞ്ഞ, കളർ അങ്ങനെ. പിന്നെ ഫ്ലാഷിനൊക്കെ ഉണ്ട്. നമ്മൾ ഓരോ കളർ ഇങ്ങനെ RGB ഇങ്ങനെ വരും. പിന്നെ നമ്മൾ ഇവിടെ സ്ട്രോബ് എന്ന് പറഞ്ഞത് സ്ട്രോബ് തന്നെയാണ് ഫ്രീക്വൻസി തന്നെ. പിന്നെ അതിനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി സ്പീഡിൽ ഇങ്ങനെ. പിന്നെ ഫെയ്ഡ് ഉണ്ട് ഗൈസ്. ഫെയ്ഡ് എന്ന് പറയുമ്പോൾ മെല്ലെ സ്ട്രോബിനെക്കാട്ടി കുറച്ചും കൂടി സ്ലോ ആയിട്ട് ഇങ്ങനെ വരുന്നതാണ് ഫെയ്ഡ്. പിന്നെ സ്മൂത്ത് വരുന്നുണ്ട്. സ്മൂത്താകുമ്പോൾ ഒന്നും കൂടി നല്ലോണം സ്ലോ ആയിട്ട് ഇങ്ങനെ വരും. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് ഗൈസ്. എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ നമുക്ക് ഇവിടെ ഞാനിതാ എൻ്റെ കിടക്കുന്നിടത്തിൽ ആദിദേവ് വ്ളോഗ്സ് ഇത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം വലുതാക്കി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഇവിടെ ഞാനൊരു ഇത് മാറ്റ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇവിടേക്ക് കയറാനാണ്. ഇവിടെ കട്ടിൽ ഇങ്ങനെയാണ് വരുന്നത്. ചെറിയൊരു കട്ടിലാണ്. ഇവിടെ പുതപ്പൊക്കെ വെച്ച് രാത്രി ഗൈസ്. ഇത് സ്പൈഡർമാൻ്റെ പുതപ്പാണ്. ചെറുതാന്നേരം എനിക്ക് കിട്ടിയ പുതപ്പാണ് ഗൈസ്. ഇത് എപ്പോഴും ഉണ്ട് എൻ്റെ കയ്യിൽ. എനിക്ക് തോന്നുന്നൊരു UKG പഠിക്കുന്നതിനുള്ള പുതപ്പാണ് ഈ പുതപ്പ്. പിന്നെ ഇവിടെ ഈ ലൈറ്റും ഇട്ട് പാട്ടൊക്കെ വെച്ച് രാത്രി ഇങ്ങനെ കിടക്കും. അപ്പോൾ
കട്ടില് അത്യാവശ്യം നല്ലൊരു കട്ടിൽ തന്നെയാണ്. ഞാൻ എല്ലാ ദിവസവും ഇവിടെ തന്നെയാണ് കിടക്കൽ. ഇന്നതൊക്കെയാണ് എൻ്റെ റൂമിലുള്ളത്. ഇതാ സംസ്ഥാനത എല്ലാം കാണിച്ചിരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, എനിക്ക് ഈ ഭാഗം ഞാൻ ഒന്ന് ഞങ്ങൾ എല്ലാവരുടെ ഒരു ഫോട്ടോസൊക്കെ വെക്കാനാണ് ഞാനിവിടെ നോക്കുന്നത്. ഫോട്ടോ ഫ്രെയിം ആക്കിയിട്ട് വരുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ ഫോട്ടോസൊക്കെയാണ് വെക്കാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ കുറച്ച് എല്ലാവരും ചില്ലറ ഇതൊക്കെ ഉള്ളൂ. പിന്നെ ഇവിടെ ചെയ്യാനായിട്ട് അങ്ങനെ ഒന്നുമില്ല. എൻ്റെ സ്റ്റഡി ടേബിളാണിത്. ഷെൽഫ് ഞാൻ ഉണ്ടാക്കിയതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇത് നല്ലൊരു അടിപൊളി ഷെൽഫ് തന്നെയാണ്. ഇതിൽ നമുക്ക് പെന്ന്, സ്കെച്ച് അങ്ങനെ ഓരോന്നൊക്കെ ഇട്ട് വെക്കാം. ഞാൻ അതാ ഫേവിസ്റ്റിക്കിൻ്റെ ഒരു കശകളൊക്കെ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. കുറേ എണ്ണം ഉണ്ട് ഗൈസ്. 2 പാക്ക് സ്കെച്ച് ഞാൻ ഇതിൻ്റെ അകത്തേക്കാണ് ആക്കിയത്. പിന്നെ 2 പേനയും ഒരു കീയും ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. നല്ല അടിപൊളി ആണിത്. ഇതുപോലെ ഒരു ഷെൽഫ് ഇനി ഞാൻ ഇവിടെയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഷെൽഫ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് പിന്നെ കാണാം. എല്ലാവർക്കും ബൈ ബൈ.